നിമിഷങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന 6 തരത്തിലുള്ള കറികളുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വെജായിട്ടും നോൺ വെജായിട്ടുള്ള കറികളുടെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ചോറിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന കറികളുടെ റെസിപ്പീസും ഉണ്ട്. ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ കറികളൊക്കെ നമ്മുടെ ജോലി കുറച്ചുകൂടെ ഈസി ആക്കുവേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള 1 സവാള, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. കൂടെ തന്നെ ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിലേക്ക് തക്കാളിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടും കേട്ടോ. 2-3 തക്കാളിയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു കറി സാധാരണ സാമ്പാർ പരിപ്പ് വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഈ മസൂർ ദാൽ ഉണ്ടായിരുന്നത് കൊണ്ട് അത് എടുത്തുവെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനി കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. സാധാരണ പരിപ്പുകളെ അപേക്ഷിച്ചിട്ട് വേവ് കുറവുള്ള ഒന്നാണ് ഈ മസൂർ ദാൽ. നമുക്കിത് കുക്കറിൽ അല്ലാതെയും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2 വിസിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള കറികളിലൊന്നും ഒരിക്കലും തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. അത് കറിയുടെ ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ നഷ്ടപ്പെടുത്തും. ഞാനിപ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് താളിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഊണിനോടൊപ്പം ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പരിപ്പ് കറിയാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് താളിക്കുന്നത് നെയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവുമേ. ഇനി ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഒരു തൈര് കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാളയുടെ പകുതിയാണ് ചേർക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഉണക്കമുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഉണക്കമുളക് ഇങ്ങനെ ക്രഷ് ചെയ്ത് ചേർക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. 1-2 മിനിറ്റ് മാത്രം മതി. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അല്പം ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് ഒരുപാട് കളറിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തൈര് ഇരിപ്പുണ്ടെങ്കിലേ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റിൽ ചോറ് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറി തന്നെയാണ് ഇത്. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് അല്പം തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തൈര് എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അധികം പുളിയൊന്നും ഇല്ലാത്ത കട്ടിയുള്ള തൈരിൽ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ തൈര് കൊണ്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തെ നമ്മൾ ഫ്രഷായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ നമ്മൾ എടുക്കുന്ന തൈരും ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കാനും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ തൈര് കറി നമ്മളൊരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല നമ്മുടെ വീട്ടിൽ ഫ്രഷായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കറികൾക്ക് കുറച്ചുകൂടെ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 തക്കാളി നന്നായിട്ട് അരിഞ്ഞതും അതുപോലെ 1 പിടി മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്തതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കറി റെഡിയായി വരുന്ന സമയത്തിന് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം കേട്ടോ.
പിന്നെ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി വെള്ളമൊന്നും ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോവില്ലേ. നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെയാണ് ഇത് വെച്ചിട്ടുള്ളതെങ്കിലും ചിക്കനിലെ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കറിക്ക് നല്ലൊരു ഗ്രേവിയൊക്കെ ആയിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വട്ടം ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലേ പിന്നെ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുള്ളൂ, അത്രയും ടേസ്റ്റാണ്. ഇനി ഞാനിവിടെ അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഒരു മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം ചട്ടിയിലേക്കിട്ട് അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത് വേവുന്നതിന് മാത്രം പാകത്തിനുള്ള വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം കൂടെ തന്നെ 1-2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1-2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഞാനിവിടെ അത്യാവശ്യം നല്ല എരിവുള്ള ഒരു പച്ചമുളക് 2ആയി മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരഞ്ഞു വരണം. അതിന് വേണ്ടിയിട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അടിച്ചതിന് ശേഷം നല്ല കട്ടിയുള്ള തൈര് 2 ടേബിൾ സ്പൂണോളം ചേർത്തതിന് ശേഷം അതും നന്നായിട്ടൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം കടുക് ചതച്ചതാണ്. അതും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മാങ്ങ എന്തായി നോക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തൈരും തേങ്ങയും ചേർത്ത് അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഈ ഒരു കറിക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി താളിച്ചൊഴിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഈ ഒരു മാങ്ങക്കറി നമുക്ക് പച്ചമാങ്ങ ഉപയോഗിച്ചും അതുപോലെ പഴുത്ത മാങ്ങ ഉപയോഗിച്ചും ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. 2 രീതിയിലും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ നമ്മൾ താളിച്ചൊഴിച്ചിട്ട് ഉപയോഗിക്കുന്ന കറികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ സൂക്ഷിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒരു 2-3 കഷ്ണങ്ങളാക്കിയത്, 2-3 തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 5-6 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു സവാള കഷ്ണങ്ങളാക്കിയിട്ടുള്ളതും. ഞാനിതിലേക്ക് ഒരു സവാള മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 സവാള ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളകും 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 പിടി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുവന്നുള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ 2 സവാള എക്സ്ട്രാ എടുത്താൽ മതിയാവും. ഇതിലേക്ക് ഇനി അല്പം ഉപ്പ് വിതറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കണമെന്ന് നിർബന്ധമില്ല. ചെറിയ ഉള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ ഉള്ളി ഇങ്ങനെ എണ്ണയിൽ വഴറ്റിയെടുക്കുന്നതിന് പകരമായിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു കൂട്ടിലേക്ക് തന്നെ 2 സവാളയും കൂടെ എക്സ്ട്രാ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും മതിയാവും. ചെറിയ ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഒരു സൈഡിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നും അല്പം എണ്ണ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. നമുക്ക് വേറെ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിലേക്ക് നിങ്ങൾ മുളക് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് കുരുമുളക് നന്നായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. നമുക്ക് ഒരു കുരുമുളകിൻ്റെ ഫ്ലേവർ മാത്രം മതി എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 400 ഗ്രാമോളം ബീഫ് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇത് കുക്കറിലൊരു 5 വിസിൽ കേൾപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരപ്പിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോക്കും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് ആണ്. ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 സവാള നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ 2 പച്ചമുളകും 1 തക്കാളി നീളത്തിലരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു സവാളയും പച്ചമുളകും അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള 1 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഉപ്പ്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ തന്നെ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി എടുക്കുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ നല്ല കളറും ഉണ്ടാവും, എരിവും കുറവായിരിക്കും. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ഗ്ലാസ്സിൽ താഴെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു കറി നമുക്ക് 2 രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പൊടികളൊന്നും ചേർക്കാതെ ഉപ്പ് മാത്രം ചേർത്തിട്ടും കുക്കറിൽ ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ച ശേഷം പ്രഷർ പോയതിനു ശേഷം നമുക്കിതിലേക്ക് പൊടികൾ എണ്ണയിൽ വയറ്റി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് കുക്കറിൽ മുട്ട റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളേ. ഉള്ളിയൊന്നും വഴറ്റി ഒരുപാട് സമയം കളയാനൊന്നും നിൽക്കണ്ട. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു കറി തന്നെയാണ്. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ, എങ്കിലേ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റൂ. ഞാനിതിലേക്ക് ഒരു 5 മുട്ട പുഴുങ്ങിയതാണ് ചേർക്കുന്നത്. ഞാൻ ഈ മുട്ടയുടെ 2 സൈഡിലും ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇത് റെഡിയായി വരുമ്പോഴേക്കും ഈ ഒരു മുട്ട റോസ്റ്റിന്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. ഇനി ഈ മുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ നമുക്കൊന്ന് മൂടി വെക്കാം. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ ഒരു മുട്ട റോസ്റ്റ് കുക്കർ മൂടി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലിൽ തന്നെ റെഡിയാക്കി കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രഷറെല്ലാം പോയതിന് ശേഷം തുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത്തിരി ക്ഷമ കുറവായതുകൊണ്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്തതേ ഉള്ളേ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കൊരു മുട്ട റോസ്റ്റൊക്കെ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളതിൽ ഏത് കറിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.